ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിപ്പൂസ് വ്ലോഗ് ആൻഡ് ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാൽ ഒരു ഊട്ടി വ്ലോഗാണ്. ഊട്ടിക്ക് പോകുന്ന ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നൊരു വ്ലോഗാണ്. എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എടുക്കാൻ കരുതി. സോ ദാറ്റ് ഐ വിൽ ബി ജസ്റ്റ് ബൂസ്റ്റ് അപ്പ് മൈസെൽഫ്. എന്താ പറയുക, കുഴപ്പമില്ല, സെറ്റാണ്. ടൈം വന്നിട്ട് രാവിലെ 8 മണിയാണ്. ഇന്നലെ കുറിച്ച് നല്ല ലേറ്റായി എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട്. കുറേ സംസാരിച്ച ആളൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ട് ഉറങ്ങാൻ. അപ്പോൾ 5 മണിക്കൂർ കാണിക്കുന്നത് നിലമ്പൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ തെറ്റി ഷൂട്ട് ചെയ്തതിനായിട്ടില്ല, ഷൂട്ട് ചെയ്യുന്നില്ല. അത്ര ഗംഭീരമായ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. റൂം എടുത്താൽ തന്നെ ഫിക്സ് ആയിട്ടില്ല. അവിടെ പോയിട്ട് അറിയാം നമുക്ക് എന്താവും എന്നുള്ളത്. ഇന്നത്തെ ഈ വ്ളോഗ് വെച്ചാൽ ഞാൻ വെറുതെ എടുക്കുന്ന വ്ളോഗാട്ടോ. ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യണം, എനിക്കറിയില്ല ഇത് കംപ്ലീറ്റ് ആവില്ല എന്നുള്ളത്. എടുക്കുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. എൻ്റെ ഫോണിപ്പോൾ ഓഫാവും. ഞങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തണുപ്പുണ്ട്, നല്ല കുത്തി വെച്ചിട്ടാണെങ്കിൽ വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ ലേറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതാണ് സ്ഥലം വന്നിട്ട് ഊട്ടിയിൽ തന്നെയാണ്. ഊട്ടിയിലുള്ള ഏതോ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടി കയറിയിരിക്കുക ചെയ്തു. ഞാൻ വേറെ ഒന്നും അന്വേഷിച്ചില്ല. നല്ല തണുപ്പുണ്ട്. നല്ല കാറ്റ് വന്ന്, അതും തണുത്ത കാറ്റ് വന്ന് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ തൊട്ട് വെയിറ്റിംഗ് ആയിരുന്നു, രാവിലെ എന്തായിരിക്കും ഇനി കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ 6:45 ഉണ്ടായിരുന്നു ഞാൻ എണീറ്റപ്പോൾ. ആ ടൈമിൽ അത്ര കോടമഞ്ഞൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കൈയൊക്കെ നല്ല പെയിൻ എടുക്കണ്ടായിരുന്നു തണുപ്പായിട്ട്. ഞാൻ വിചാരിക്കാത്തതിൻ്റെ അപ്പുറമായിരുന്നു തണുപ്പ് അവിടുത്തെ. സംസാരിക്കാനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല അവിടെ നിൽക്കാനും ഇതൊന്നും. ക്യാമറ ഷിവർ ചെയ്തു. അപ്പോൾ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ബാൽക്കണിയിൽ പോയിട്ട് നമുക്ക് ഇൻട്രോ എടുക്കാം എന്നാണ് കരുതിയത്. പക്ഷെ ഒക്കെ ഫ്ലോപ്പായി. പുറത്ത് പോയി മറ്റു സംസാരിക്കാൻ പോലും പറ്റില്ല, അത്രയും ഫോഴ്സിൽ കാറ്റടിച്ചോണ്ടിരിക്കാം. അപ്പം പിന്നെ ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, അതിന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെന്ന് പല്ലി ചുറ്റും പറയാം. അപ്പോൾ ഞാൻ നല്ല ലേറ്റായിട്ടാണ് പറയാം. ഞാൻ ഈ ഉറക്കം ഒന്ന് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ ഉറക്കം ശരിയാവില്ല. പക്ഷെ എൻ്റെ കണ്ണിന് വേർത്തിട്ടുള്ളത് എന്താ ഞാൻ ഫേസ് വാഷ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇറ്റാദനസി മുമ്പ് നല്ല ഫേസ് വാഷാണ്, നല്ല ഫേസ് വാഷാണ് ഞാനപ്പോൾ യൂസ് ചെയ്യണം. ഞാൻ അങ്ങനെ താത്താട് പറയായിരുന്നു, ഈ കണ്ണാടിയിൽ ഞാൻ നല്ല കളറുണ്ട്. അപ്പോൾ അടുത്ത ഞാൻ ഇത്ര കളറിലിട്ട് കിട്ടില്ല. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് നന്നായിട്ട് എൻ്റെ കയ്യൊക്കെ നല്ലതായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്താ ചെയ്യുക, പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് സംസാരിക്കാം എന്നൊക്കെ കരുതിയിട്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയില്ല, ഇല്ലെങ്കിലും ഒന്നും മറക്കണില്ല. ഞാൻ ഇതിന് മുന്നേ ഇപ്പോൾ ജനുവരിയിൽ തന്നെ ഇതിൽക്കും താഴെ തണുപ്പുള്ള സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡ് പോയ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ലിറ്ററലി നമുക്ക് റൂം, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് പോലും തണുത്ത് ഐസും കെട്ടായ അവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ ഇല്ലാത്തൊരു തണുപ്പ് കൂടെ. അവിടുത്തെ പിന്നെ ഞാൻ പക്ക ഇതായിട്ടാണ് ഞാൻ പോയത്. ഞാൻ സംസാരിച്ച് നമുക്കൊന്നും കേൾക്കില്ല, കാരണം മുന്നേ വീട് കാറ്റിൻ്റെ. ഇപ്പം ഞാൻ നല്ല
സംഭവം ഞാൻ പറയുന്നത് ഉത്തരാഖണ്ഡിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇവിടത്തേക്കാട്ടിയും തണുപ്പായിരുന്നു. പക്ഷെ എനിക്ക് ഇത്ര അധികം ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞിന്റെ തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. ചെയ്യാണ്ടാവുന്നു ചോന്ന് ഈ കാണുന്ന സ്ഥലമാണ് ഞങ്ങൾ ബാൽക്കണി വ്യൂവിൽ നിന്ന് കാണുന്ന സ്ഥലം. ആ ടൈമിൽ ഞാൻ 6-7 മണിയൊക്കെ ആകുമ്പോൾ ഇത്ര അധികം കോട ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. കോടമഞ്ഞ് അത്ര ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കുറെ അമ്പലങ്ങളുണ്ട്. ഇതൊരു അമ്പലമാണ്. ഇന്നലെ ഫുൾ നമ്മൾ പാട്ട് കേൾക്കലായിരുന്നു. ഞാൻ കൃഷി, ക്യാരറ്റിൻ്റെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ കാണാറില്ല കൃഷി കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിലുള്ളൊരു കുറച്ച് ഒരു ഉയർന്ന ലാൻഡ്സ്കേപ്പിലുള്ളൊരു പ്ലോട്ടാണ്. നമ്മൾ പറയില്ല വന്ന സ്ഥലത്തേക്ക് പിന്നെ വരണ്ട, നിങ്ങൾ ഓൾറെഡി പോയതാന്നൊക്കെ പറയില്ല. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഞാൻ 5 പ്രാവശ്യം വന്നപ്പോഴും 5 തവണ വേറെ വേറെ എക്സ്പീരിയൻസ് ആണ്. വേറെ വേറെ തലത്തിലായിരുന്നു. ഒന്ന് ഞാൻ ഭയങ്കര ചെറുതിലാണ് പോയത്. അന്ന് എനിക്കൊന്നും അറിയില്ല. കുറേ സെറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കളിക്കുക, കുട്ടികളായിട്ട് കളിക്കുക, ആ ഒരു മൈൻഡായിരുന്നു. ഫാമിലി പോയിട്ടൊന്നും. പിന്നെ ഞാൻ വന്നത് ക്യാമറയിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നൊക്കെയാണ്. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട്. 10ാം ക്ലാസ്സൊക്കെ ഒന്നും ഓർമ്മയില്ല. ലിറ്ററലി ബസ് ചെയ്ത് ചാർജാണെന്ന് എനിക്ക് ഓർമ്മ. 10ാം ക്ലാസ്സിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബസ്സിൽ യാത്ര ചെയ്തതും സ്ഥലങ്ങൾ കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നായിരുന്നു. പിന്നെ ഫാക്ടറി പോയതും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഐവിക്കാണ് പോയത് കോളേജിൽ നിന്ന് ഐവിക്ക് പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത്. വെറും ഷോപ്പിംഗ് ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അതിൽ ഓർമ്മയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ കുറച്ച് വീണ്ടും ഫുൾ ബസ്സിലൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോയത് കഴിഞ്ഞ വർഷം പോയത് ഞാൻ ഖേലോ ഇന്ത്യക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഊട്ടി വഴി വന്നതാണ്. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ വന്ന സമയത്ത് എന്താ പറയുക, നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു ഊട്ടിയിൽ. കണ്ണൊക്കെ ഇങ്ങനെ വെയിലുണ്ട് അങ്ങനെ. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എത്തി വന്നതാണ് ആക്ച്വലി. പക്ഷേ എൻ്റെ കൈയൊക്കെ മറിയിച്ചു തുടങ്ങി. ഞാൻ ഐസെറ്റ് മരത്ത് കാണണ്ട മഞ്ഞിൻ്റെ തുള്ളികളോ തോന്നുന്നു. ഇവിടെ നിന്ന് സംസാരിക്കാൻ തോന്നി കാരണം പുറത്തുനിന്ന് ഒന്നും കേൾക്കൂല ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആരെങ്കിലും ഊട്ടിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ അടിപൊളി ക്ലൈമറ്റാണ്. കൊട കയ്യിൽ കരുതുക, മഴ എപ്പോൾ വെള്ളം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫാണ്. എനിക്ക് സംസാരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നില്ല. വേറൊരു അപ്ഡേറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോണ് ഇപ്പോൾ ഓൾമോസ്റ്റ് 4-5 വർഷം എൻ്റെ കയ്യിലുള്ളത് iPhone 11 ആണുള്ളത്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഫോണ് ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ലാസ്റ്റ് തവണ വീണത് കുറച്ച് കാര്യത്തിലായിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈൻസ് നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ തന്നെ സെറ്റ്. അപ്പോൾ എനിക്കറിയില്ല ഞാൻ ഇനി ഇത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പോണത്ര പോട്ടെ, ആ ഒരു മൈൻഡ് സെറ്റാണ്. ഇല്ല, നല്ല കഷ്ടപ്പെട്ടിങ്ങനെ ഫോണ്, കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ്. ഓക്കെ, എന്താ കാരണം ഇത് കാക്ക ഭാബി അവിടെ എവിടെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതൊരു ലിവിങ് ഏരിയ പോലെയാണ് മേലത്തെ. ഓക്കെ, വേറെ എന്താ പറയുക, ഞാൻ കോട്ടേജും അതുപോലെ തന്നെ താഴെയുള്ളതൊക്കെ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. റൂമും കാര്യങ്ങളൊക്കെ പറ്റി കാണിച്ചു തരാം. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. ഞാൻ ഡ്രസ്സ് ട്രാൻസിസ്റ്ററൊക്കെ ഉപയോഗിച്ചു, പക്ഷേ ഇങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഞാൻ കുറേ ദിവസമായി അടിയിൽ കൺമിഷി വെച്ചിട്ട് കണ്ണൊരുമാതിരി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വരച്ചാണ്. ഇന്ന് പുറത്തുനിന്ന് നമുക്ക് ഇടാം. ഇനി ഒന്നുമില്ല, ഇനി ഹൈലൈറ്ററും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും മാത്രമേ ഇടാനുള്ളൂ. അപ്പോൾ ലിപ് ലൈനർ വന്നിട്ട് മാസിൻ്റെ ലിപ് ലൈനറാണ്. ഈ ഔട്ട്ഫിറ്റ് ഞാൻ ലൈനിങ്ങില്ലാത്ത ഡ്രസ്സ് എടുത്തിട്ടാണ് വന്നത്. ഓക്കെ, ലിപ്സ്റ്റിക്കിട്ടാൽ തന്നെ നമ്മൾ ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. നമ്മളിവിടുത്തെ ഹൈലൈറ്റ് ഇട്ടോ അൽഫാബോഡിൻ്റെ ബോസിസ് ബ്യൂട്ടിയുടെ ഡ്രോപ്പ് ആൻഡ് ബ്ലൂ. ഇങ്ങനെ
നേഹയുടെ അടുത്തുണ്ട് ഒരു ഹൈലൈറ്റർ, കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. അതും അടിപൊളിയാണ്. ഇട്ട് ഞാൻ ഭയങ്കര ഗ്ലോ ഉണ്ട്. അതിൻ്റെ ഒരു വേറെ വേർഷനാണ് ഈ സ്വിസ് ബ്യൂട്ടിയുടെ. സ്വിസ് ബ്യൂട്ടിയുടെ എന്തായാലും കെ ബ്യൂട്ടിയുടെ അത്ര റേറ്റ് ഉണ്ടാവില്ല, അത് അറിയാം. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഗ്ലോ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, മേക്കപ്പ് വീഡിയോയുടെ. അപ്പോൾ അതിൽ ചെയ്തതേ മേക്കപ്പിന് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പുറത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇടാറ്. അതിനെ ഞാൻ ഇവിടെ ആകെ ഒരു മാറ്റം വന്നാൽ ഞാനത് ലിപ് ലൈൻ ചെയ്ത് ഹൈലൈറ്റർ ഇട്ട്, ദാറ്റ്സ് ഇറ്റ്. ബാക്കിയൊക്കെ സെയിമാണ്. ഓക്കെ, ഇനി മുടി കെട്ടാനുണ്ട്. മുടി താത്ത കെട്ടിത്തരാമെന്ന് പറഞ്ഞു. ഓക്കെ, താത്ത അവിടെ റെഡി ആവുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഞാൻ പോകെ പറ്റുന്ന അത്രത്തോളം വീഡിയോ എടുക്കാം നോക്കാം. ജസ്റ്റ് ഡോക്യുമെൻ്ററി പോലെ ഇരിക്കും, കീപ്പ് ചെയ്യാമല്ലോ. ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കണ്ടത്, പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇന്നലെ റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ഞാൻ 10th നിന്ന് കണ്ട സ്ഥലം ഞാൻ കണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ അത് ഓർത്ത് ഞാൻ പോയത്. പിന്നെ വേറൊരു സ്ഥലം കൂടി കണ്ടിട്ടുണ്ട്, ടൗൺ പോലെ. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും സെറ്ററൊക്കെ മേടിക്കാൻ നിർത്തിയപ്പോൾ അത്ര കാര്യത്തിൽ മേടിച്ചൊന്നുമില്ല, ഒരു ഷോൾ മാത്രം വാങ്ങിച്ചോളൂ. അപ്പോൾ ആ ഒരു സ്ഥലം ഞങ്ങൾ കഴിഞ്ഞ വർഷം വിളിക്കലേക്ക് പോയിട്ട് വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ. ഇപ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം വന്നിട്ട് 9:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നല്ലധികം ഇതുപോലെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മുടിയൊക്കെ കെട്ടി പാട്ടൊക്കെ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ. ഇതാണ് റൂം വന്നിട്ട്, സാധാ റൂമാണ്. ഇവിടെ ഒരു ഇതുണ്ട്. ഞാൻ എല്ലാ ഇതിലത്തെ പോലെ നമുക്ക് ഞാൻ തുറന്ന് നമ്മളെ ബാൽക്കണിയൊക്കെ കയറിയിട്ട് ഇതിൻ്റെ വരച്ചാണത് ഇവിടെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു അങ്ങനെ മുകളിൽ കയറാറില്ല. അതെന്താ കാക്കാനെ മുകളിലെത്താം താത്തല്ലേ പോണ ഐസിന് ഞാൻ ആട്ടിയൊക്കെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഇവിടെ 2 റൂമുണ്ട്. ഹായ്. അയ്യോ നല്ല അതവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ നിന്ന കോട്ടേജ്, 4 റൂം. ഓക്കെ, ഭാവി അവിടെ ചേഞ്ച് ചെയ്യാണ് ഐജി. വന്നിട്ട് ഇവിടെ ഒരു ഔട്ടേജ് പോലത്തെ സ്ഥലമുണ്ട്. അടിയിൽ കിച്ചണാണത്. നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാം. നമ്മൾ ഇന്ന് രാവിലത്തെ ഫുഡ് അവരവിടെ നിന്ന് കുക്ക് ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിച്ചു, അല്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ വ്യൂ. നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കാണുമ്പോൾ അവിടെ ഒക്കെ ക്ലിയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നേരം വൈകും തോറും കൂടി വരികയാണ്. നല്ല രസമുണ്ട്. നല്ല ഒരു ക്ലൈമറ്റാണ് വന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കോട്ടേജ് ഉണ്ട്. ഇതൊക്കെ കൃഷി. ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഇവിടുത്തെ ലോക്കൽ ഏരിയാസിലുള്ള ആൾക്കാരുടെ എന്തോ ഒരു ആചാരമാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്നാണ് കേൾക്കുന്നത്. നല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കിച്ചൺ വരണേ. ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. ഞങ്ങളൊന്നും നല്ല ചെയ്തിട്ടില്ല. അയ്യോ ആ ഇത് ലോക്കായതിനുള്ളിൽ ആ ഞാൻ ലോക്കായിരുന്നു. കുറച്ചും കൂടി ദിവസം നിൽക്കാൻ അപ്പനോട് പറഞ്ഞിട്ടാ. എന്നിട്ട് ഇച്ചോടെ തന്നെ നിന്നോ, വരണ്ട. ഓക്കെ, കുളിച്ച ഓക്കെ വാ. നല്ല തണുപ്പാണ്. ഷവർ കുളിക്കാൻ പോകും.
ഇപ്പോൾ വെയിലുണ്ട്, തണുപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കാറ്റൊന്ന് നിന്ന്, അതുകൊണ്ടാണ് കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. ഇനി നമ്മൾ വെക്കറ്റ് ചെയ്യാൻ പോകണ റൂമ് എവിടെ പോകണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, നോക്കാം. പിടിച്ചോ. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, പിടിക്കടാ വായോ, എക്കോൺ ഹൗസ്. ഇതാണ് നമ്മൾ നിന്ന പ്രോപ്പർട്ടിയുടെ പേര്, എക്കോൺ ഹൗസ്. നല്ലതാണ്, നല്ല എന്താണ് ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഒരൊറ്റ ആളുണ്ട്. നമ്മൾ മലയാളികളാണ്. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നല്ല കോട ഇറങ്ങിയിട്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നേ. ഇതൊന്ന് പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെയാ. അങ്ങോട്ട് പോണോ? അതല്ല മൃഗങ്ങളും വരുമോ? നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വെറുതെ സ്ഥലം നമ്മൾ വെറുതെ നോക്കാൻ വേണ്ടി ഇറങ്ങിയത്. എന്താ പറയുന്നത്, ക്യാരറ്റ് കൃഷിയാണ് തോന്നുന്നത്. വേറെ തന്നെ ഒരു നല്ല ഭംഗിയുണ്ട്. അപ്പം നല്ല രസമായിരിക്കും ഇവിടെ താമസിക്കാൻ, അത് ഉറപ്പാണ്. ഭയങ്കര പീസ്, ഇങ്ങനെ റഷ്യൻ ടൗണിൻ്റെ സൗണ്ടൊന്നുമില്ല. മീൻസ് നമുക്ക് അറിയാത്ത ആളുകളുടെ കൂടെ, ഐ മീൻ നമ്മളാരും അറിയുന്ന ആളുണ്ടാവും അങ്ങനെ താമസിക്കണം. ഇവിടുത്തെ പൂക്കളൊക്കെ നല്ല ഭംഗിയാണ്. വെറുതെ നമ്മുടെ നാട്ടിലത്തെ പൂവാണെങ്കിൽ കൂടിയും ഇവിടെ നല്ല ഭംഗി കാണാം. രസമില്ലേ പൂവുകളൊക്കെ, ഈ ഫ്ലവേഴ്സൊക്കെ? കൈയിടുമ്പോൾ നോക്കണേ. പിന്നെ ഞാൻ ഇവിടെ ചോദിച്ചു പാമ്പില്ലാത്ത പറഞ്ഞു. ഇവിടെ എന്താണെന്ന് നമുക്കറിയില്ല. എലിയുണ്ട്, പാമ്പില്ല എന്ന് പറഞ്ഞു. ഇവിടെ അന്യമൃഗങ്ങളുണ്ടാവും. നമ്മള് അടുത്ത സ്പോട്ടല്ല, ടിബറ്റൻ മാർക്കറ്റ് വന്നിക്കാണ്. ടിബറ്റൻ മാർക്കറ്റ് വേറെ എവിടെയും നമ്മൾ പോകുന്നുണ്ടാവില്ല. കാരണം നമ്മൾ നിന്ന സ്ഥലം തന്നെ അടിപൊളി സ്ഥലമായിരുന്നു. വേറെ സ്ഥലമൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് നേരെ എന്തെങ്കിലും സാധനം കഴിക്കാം വിചാരിച്ചു. ഷോപ്പിലൊന്നും തോന്നത്തില്ല പറയും പോലെ. ടിപ്പിക്കൽ എല്ലായിടത്തും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കന്യാകുമാരി പോയപ്പോൾ കണ്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒറ്റക്ക് നടക്കല്ലേ മാങ്ങ കഴിച്ചിട്ട് തന്നെ. നമുക്ക് തണുപ്പ് ഇങ്ങനെ കൂടിയാണ്. നമുക്കൊരു മാഗി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മയങ്ങിയിട്ട് പിന്നെ കുറച്ചെന്നെ എണീറ്റപ്പോൾ ഞാൻ കാണുന്ന സ്ഥലം നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ട് ആ സ്പോട്ടിലേക്ക് പോയതാണ്. റീൽസിലൊക്കെ കണ്ടിട്ട് വന്നതാണ്. ഒരു പ്രൈവറ്റ് ബംഗ്ലാവാണ്. അതുണ്ടാവോ?
പകർത്തുകയാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് സമയം 3 മണിയായി. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഡല്ലൂർ ഇറങ്ങി. ഗൂഡല്ലൂർ കഴിഞ്ഞു.